നമസ്കാരം. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിന്റെ മറവിൽ കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ ഉത്തർപ്രദേശ് സ്വദേശികളായ അതുൽ കുമാർ സിംഗ്, മനീഷ് സിംഗ് എന്നിവരിൽ നിന്നും പോലീസിന് കിട്ടിയത് നിർണായക വിവരങ്ങൾ. ഇവർ തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്നത് ഐഫോൺ 16 പ്രോ മാക്സ്, സാംസങ് S23 അൾട്ര ഉൾപ്പെടെയുള്ള വില കൂടിയ ഫോണുകളാണെന്ന് പോലീസ് കണ്ടെത്തി. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത 5 മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. പ്രതികൾ റിമാൻഡിലാണ്. കസ്റ്റഡിയിൽ വാങ്ങിയും ചോദ്യം ചെയ്യും. വാഹനങ്ങളുടെ വിവരങ്ങൾ പ്രതികൾക്ക് ഡാർക്ക് വെബിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് നിഗമനം. 2700ഓളം വാഹനങ്ങളുടെ നമ്പറും ഉടമയുടെ ഫോൺ നമ്പർ വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കേരളം, കർണാടകം, ഗുജറാത്ത്, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വാഹനങ്ങളുടെ വിവരങ്ങളുമുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റ് പ്രതികൾ ഹാക്ക് ചെയ്തതായും സൂചനകളുണ്ട്. ഹണി ട്രാപ്പ്, KYC അപ്ഡേഷൻ തുടങ്ങിയ തട്ടിപ്പുകൾ നടത്തുന്നതിനുള്ള വിവിധ ആപ്ലിക്കേഷനുകളും ഇവരുടെ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ മൂന്നാം പ്രതി ഒരു 16-കാരനാണ്. ഇയാളാണ് APK ഫയൽ ഉണ്ടാക്കുകയും തട്ടിപ്പിന് കളമൊരുക്കുകയും ചെയ്തത്. ഇയാളുടെ 10 ദിവസത്തിനകം കമ്പ്യൂട്ടറും മറ്റു ഉപകരണങ്ങളുമായി മാതാപിതാക്കൾക്കൊപ്പം കാക്കനാട് സൈബർ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹാജരായില്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ റിപ്പോർട്ട് നൽകാനാണ് നീക്കം. ഈ കുട്ടിയെ ചോദ്യം ചെയ്യേണ്ടതും ഏറെ നിർണായകമാണ്. കൊച്ചി നഗരത്തിൽ മാത്രം 96 പരാതികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്താകെ പണം നഷ്ടമായത് 575 പേർക്കാണ്. കേരളത്തിൽ മാത്രം ഇവർ തട്ടിയെടുത്തത് 50 ലക്ഷത്തോളം രൂപയാണെന്നാണ് സൂചന. കേരളത്തിനകത്തും പുറത്തുമായി 100 കണക്കിന് തട്ടിപ്പുകൾ നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ അന്വേഷണം സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് IP വിലാസവും ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ വാരാണസിയിലാണെന്ന് മനസ്സിലാക്കിയത്. വാരാണസി ശിവപുരിയിലെ വീട്ടിൽ നിന്ന് പ്രതി മനീഷിനെയും അതിന് സമീപത്തു നിന്ന് അതുലിനെയും പിടികൂടുകയായിരുന്നു. സൈബർ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ, SP-മാരായ R അരുൺ, P അജിത് രാജ്, നിഖിൽ ജോർജ്, CPM-മാരായ ആൽഫിറ്റ് ആൻഡ്രൂസ്, ഷറഫുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പരിവാഹൻ സൈറ്റിന്റെ പേരിൽ വാട്സാപ്പിൽ ലിങ്ക് അയച്ച് നൽകിയാണ് പണം തട്ടിയിരുന്നത്. കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു. IP വിലാസവും ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതികൾ വാരാണസിയിലാണെന്ന് പോലീസ് മനസ്സിലാക്കിയായിരുന്നു. തുടർന്ന് 10-നാണ് പ്രത്യേക പോലീസ് സംഘം വാരാണസിയിലേക്ക് തിരിച്ചത്. പ്രതികളുമായി 21-ന് രാത്രിയാണ് തിരിച്ചെത്തിയത്. വാരാണസി പോലീസിന്റെ നിസ്സഹകരണത്തെ തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ UP-യിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ശേഷമാണ് പ്രതികളുടെ അറസ്റ്റ് സാധ്യമായത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രദേശവാസികളുടെ നേരിയ ചെറുത്തുനിൽപ്പും ഉണ്ടായി. UP സ്വദേശിയായ ഒരു പോലീസുകാരൻ മാത്രമാണ് കൊച്ചി സംഘത്തിനൊപ്പം ഉണ്ടായത്. പ്രതികളുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇവരുടെ വീടുകളിൽ വിശദമായ പരിശോധന സാധ്യമായില്ല. പരിവാഹനിൽ നിന്ന് വാഹന ഉടമകളുടെ രജിസ്ട്രേഷൻ നമ്പറും ഫോൺ നമ്പറും അടക്കമുള്ള വിവരങ്ങൾ തട്ടിപ്പ് സംഘം ചോർത്തും. ഇത് ഉപയോഗിച്ച് ഗതാഗത നിയമം ലംഘിച്ചതിന് പിഴയടക്കണമെന്ന് കാട്ടി മോട്ടോർ വാഹന വകുപ്പിന്റേതെന്ന പേരിൽ വാട്സാപ്പിൽ വാഹന ഉടമകൾക്ക് സന്ദേശം അയക്കും. ചെലാ നമ്പറും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങളും അടക്കമാണ് മെസ്സേജായി വരിക. പിഴയടക്കാനായി ഒരു ലിങ്കും ഉണ്ടാകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്തുക പരിവാഹൻ ആപ്പിന്റെ അതേ മാതൃകയിലുള്ള തട്ടിപ്പ് സംഘത്തിന്റെ വ്യാജ ആപ്പിലേക്കാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയും പിന്നീട് ഇതുവഴി ഓൺലൈനായി പണം തട്ടുകയും ചെയ്യും. കേരളം കൂടാതെ കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വാഹനങ്ങളുടെ വിവരങ്ങളും ഇവർ ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ടാണ് 2700ഓളം വാഹനങ്ങളുടെ നമ്പറും ഉടമയുടെ ഫോൺ നമ്പറും ഇവർ ഇത്തരത്തിൽ തട്ടിയെടുത്തത്. പല സംസ്ഥാനങ്ങളിലെയും പോലീസ് മാസങ്ങളായി ശ്രമിക്കുകയാണെങ്കിലും കൊച്ചി സൈബർ പോലീസാണ് ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും പരാതി വന്നെങ്കിലും ആരും നടപടികളിലേക്ക് പോയിരുന്നില്ല. സന്ദേശങ്ങൾ നൽകി നാട്ടുകാരെ ബോധവൽക്കരിക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. എന്നാൽ കേരള പോലീസ് അതിവേഗ നടപടികളിലേക്ക് നീങ്ങി അത് അറസ്റ്റിലും കാര്യങ്ങൾ എത്തിച്ചു. രാജ്യത്ത് കോടികളുടെ തട്ടിപ്പ് പ്രതികൾ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് നിഗമനം. പണം ആഡംബര ജീവിതം നയിക്കുന്നതിനും ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള സേവിങ്സ് ആക്കി മാറ്റുന്നതിനുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്.